لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك حجا حقا تعبدا ورقا لبيك مرهوبا ومرغوبا إليك لبيك ذا النعماء والفضل الحسن لبيك وسعديك والخير بيديك والرغباء إليك والعمل لبيك ذا المعارج لبيك ذا الفواضل لبيك إله الحق لبيك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. يا أهل الكتاب لم تلبسون الحق بالباطل وتكتمون الحق وأنتم تعلمون. وقالت طائفة من أهل الكتاب آمنوا بالذي أنزل على الذين آمنوا وجه النهار واكفروا آخره لعلهم يرجعون. ولا تؤمنوا إلا لمن تبع دينكم قل إن الهدى هدى الله أن يؤتى أحد مثل ما أوتيتم أو يحاجوكم عند ربكم قل إن الفضل بيد الله يؤتيه من يشاء والله واسع عليم يختص برحمته من يشاء. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. أم حسبتم أن تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മുജാഹിദ് പ്രവർത്തകരെ,
സഹൃദയരായ ശ്രോതാക്കളെ, നാട്ടുകാരെ, പരമകാരുണികനും കരുണാനിധിയുമായ നാം ഏവരെയും നാം അറിയാതെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം തഖ്വ കൈവിടാതെ ജീവിക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണം എന്നാണ് ആമുഖമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്. സ്വാഗത പ്രസംഗകരും അധ്യക്ഷനും പറഞ്ഞതുപോലെ ആവേശത്തോടെയും ആഹ്ലാദത്തോടെയും സന്തോഷത്തോടെയും ഒന്നുമല്ല നമ്മൾ ആരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എല്ലാവരുടെയും മനസ്സിൽ പലതരം വേദനകൾ തികട്ടി വരികയാണ്. സംഘടനയിൽ ഒരു പിളർപ്പ് കഴിഞ്ഞ് 10 വർഷം തികയുമ്പോഴേക്ക് വീണ്ടും ഒരു പിളർപ്പോ എന്നാണ് പല ആളുകളും ചിന്തിക്കുന്നത്. ഞാൻ ആദ്യമേ പറയട്ടെ, ഇത് പിളർക്കരുത് എന്ന് പറയാനുള്ള മീറ്റിംഗാണ്. അങ്ങനെ ആരെയും ഇത് പിളർത്താൻ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള മീറ്റിംഗാണിത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ മാനസിക പ്രയാസത്തോടും വേദനയോടും കൂടിയാണ് ഇതും ഇതുപോലെയുള്ള സ്ഥലങ്ങളിലും നാം ഒത്തുചേരുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു സമ്മേളനം സംഘടിപ്പിച്ച് ആളുകൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കുന്നത് എന്ന് ചില ശുദ്ധഗതിക്കാരായ ആളുകൾ ചോദിക്കുന്നുണ്ട്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ബാഹ്യമായി മാത്രമേ കാര്യങ്ങൾ കാണുന്നുള്ളൂ. മിക്കവാറും ആളുകളൊക്കെ അങ്ങനെയാണ്. സംഘടനയിൽ മെമ്പർഷിപ്പ് ഉണ്ടവരും ഇല്ലാത്തവരുമൊക്കെയായ അനുഭാവികൾ സ്വന്തം നാട്ടിലെ ഒരു പള്ളിയും മദ്രസും ചെറിയ ചെറിയ ദഅവാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയല്ലാതെ സംഘടനയുടെ ചട്ടവട്ടങ്ങളോ സർക്കുലറുകളോ സംഘടനക്കുള്ളിൽ നടക്കുന്ന പലതരത്തിലുള്ള പരിശ്രമങ്ങളോ ഗൂഢപ്രവർത്തനങ്ങളോ ഒന്നും അവരാരും അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി പുറത്ത് ചർച്ച വരുമ്പോൾ മാത്രമാണ് അത്തരം കാര്യങ്ങൾ പലരും അന്വേഷിക്കാൻ പോകുന്നത്. ആളുകളൊക്കെ വളരെ വേദനയിലാണ്. ആ വേദന ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാനും നിങ്ങളുടെ മുമ്പാകെ എണീറ്റ് നിൽക്കുന്നത്. പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കാതെ ഇതൊരു സന്തോഷ ആവേശ സന്ദർഭമായി കാണുന്നവരാണ് ഞങ്ങളെന്ന് നിങ്ങളൊരിക്കലും തെറ്റിദ്ധരിക്കരുത് എന്ന് ആമുഖമായി പറയുകയാണ്. ഞാൻ പൊതുവെ ശീലിച്ചു വന്നിട്ടുള്ള എൻ്റെ മറുപടി പ്രസംഗത്തിലും മറ്റുമൊക്കെയുള്ള ശൈലി ഞാൻ ബോധപൂർവം ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. കാരണം എൻ്റെ ഒരു ശൈലീദോഷം കൊണ്ടോ ഒരു പ്രയോഗത്തിലെ തെറ്റുകൊണ്ടോ അല്ലെങ്കിൽ ഒരു വികാര പ്രകടനം കൊണ്ടോ ഇവിടെയുള്ള യഥാർത്ഥ വസ്തുതകൾ ആളുകൾ അറിയാതെ പോകരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട്. പലരും ആശങ്കപ്പെടുന്ന ആ തരത്തിലുള്ള ഒരു വാക്കുകളും വരാതിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. തികച്ചും മുസ്ലിം ഉമ്മത്തിനോടുള്ള നസീഹത്ത്, ഗുണകാംക്ഷ മാത്രമാണ് ഈ പരിപാടിക്ക് പിന്നിലുള്ളത്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ മതപരമായ ഒരു ബാധ്യത നിർവഹിക്കുക എന്ന നിലക്കാണ് ഇവിടെ ഈ യോഗം സംഘടിപ്പിച്ചിട്ടുള്ളത്. കാരണം കഴിഞ്ഞ 1 വർഷമായി കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും KNM-ന്റെയും ബാനറിൽ ആദർശ വിശദീകരണങ്ങൾ ഏകപക്ഷീയമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കോക്കസ് സംഘടനയെ ഹൈജാക്ക് ചെയ്ത് അവരുടെ വൺ സൈഡ് വിശദീകരണം മാത്രം ജനങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഞാൻ കേരള ജംഇയ്യത്തുൽ ഉലമയിൽ 2003 മുതൽ മെമ്പറായിട്ടുള്ള ആളാണ്. സംഘടനയിലുണ്ടായ പിളർപ്പിൻ്റെ കാലത്ത് ആദർശ വ്യതിയാന വിഷയം ജംഇയ്യത്തുൽ ഉലമയിൽ എത്തിക്കുന്നതിൽ പങ്കുവഹിച്ച ആളെന്ന നിലക്ക് ആളുകളുടെ ആവശ്യപ്രകാരം എന്നെ ജംഇയ്യത്തുൽ ഉലമയിൽ 2003 മുതൽ എടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ ഫത്വ ബോർഡിലും അതിൻ്റെ ദഅവാ സമിതിയിലും ഒക്കെ ഞാൻ മെമ്പറാണ്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നിങ്ങൾക്കറിയാം, ഈ സംഘടനയുടെ ദഅവാ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്ന ഒരു കാലവും എനിക്കുണ്ടായിട്ടില്ല. SSLC കഴിഞ്ഞ 1981 പുറത്തു വന്നത് മുതൽ MSM-ലും പിന്നീട് ISM-ലും ഒക്കെ സജീവമായി പ്രവർത്തിക്കുകയും MSM-ൽ മേഖലാ ഭാരവാഹിയായും പിന്നീട് ജില്ലാ സെക്രട്ടറിയായും ജില്ലാ പ്രസിഡന്റായും അത് കഴിഞ്ഞ് ISM-ൽ ജില്ലാ പ്രസിഡന്റായും ജില്ലാ സെക്രട്ടറിയും പല ടേമുകളിൽ ഇരുന്നിട്ടുള്ള, അതുപോലെ തന്നെ ISM-ൻ്റെ MSM-ലെയും സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ദീർഘകാലം ഇരുന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് സംഘടനയുടെ ചട്ടവട്ടങ്ങളോ സംഘടനയുടെ രീതിശാസ്ത്രങ്ങളോ അറിയാത്ത ഒരാളല്ല ഞാൻ. അത് എന്നെ പഠിപ്പിക്കാനും ഉപദേശിക്കാനും ഇപ്പോൾ ചില ആളുകൾ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഞാൻ വെറും പ്രസംഗിച്ചിങ്ങനെ പോകുന്ന ഒരു പ്രസംഗകൻ മാത്രമായിരുന്നില്ല, പ്രസംഗകനും പ്രവർത്തകനും കൂടിയായിട്ടാണ് ഞാൻ എക്കാലത്ത് നിന്നിട്ടുള്ളത്. പ്രസംഗകർ ഒരു വഴിക്കും സംഘടന വേറൊരു വഴിക്കും പോകരുത്, രണ്ടും ഒരുമിച്ച് പോകണമെന്ന അഭിപ്രായമുള്ളത് കൊണ്ട് വളരെ പ്രയാസപ്പെട്ടാണ് പലപ്പോഴും സംഘടനാ യോഗങ്ങൾക്കൊക്കെ വരാറുള്ളത്.
കാരണം നമുക്ക് എവിടെയെങ്കിലും പ്രസംഗം ഉണ്ടാകും, മറുപടി പ്രസംഗമായിരിക്കും, അവൻ്റെ കാസറ്റ് കേൾക്കണം, അതിൻ്റെ ക്ലിപ്പ് നോക്കണം, പല തിരക്കായിരിക്കും. യോഗങ്ങളെന്ന് പറഞ്ഞ് ഒരുപാട് യാത്ര ചെയ്യണം. പാലക്കാട് ജില്ലക്കാരനായിരുന്ന ഞാൻ കോഴിക്കോടാണ് അധികം മീറ്റിങ്ങിന് പോകേണ്ടത്. അവിടെ പോയി വരാൻ യാത്ര തന്നെ 8 മണിക്കൂറാണ്. 8 മണിക്കൂറാണ്. അങ്ങനെയൊക്കെ പ്രയാസപ്പെട്ടത് പ്രസംഗകർ വേറൊരു വഴിക്കും സംഘടന വേറൊരു വഴിക്കും പോകരുത് എന്ന അന്നത്തെ നമ്മുടെ കേന്ദ്ര നേതാക്കളുടെയൊക്കെ നിർബന്ധ ബുദ്ധി കാരണമായിരുന്നു ഞങ്ങളൊക്കെ അതിനോട് അത്ര നിലക്ക് സഹകരിച്ചു പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ അതൊക്കെ മാറി ഇപ്പോൾ സംഘടന ഒരു ദിശയിലേക്ക് പോവുകയും സംഘടനയിൽ കയറി വന്ന ആളുകൾ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, സംഘടനയ്ക്ക് വേണ്ടി പ്രബോധന കൃത്യം നിർവഹിച്ച് ജനങ്ങളുമായി ബന്ധപ്പെടുന്ന പ്രസംഗകരെ അവരുടെ വികാരങ്ങൾ പരിഗണിക്കാതെ, അവരുടെ താല്പര്യങ്ങൾ ശ്രദ്ധിക്കാതെ വേറെ എന്തൊക്കെയോ ആയി സംഘടന മാറ്റാൻ ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ഒരു വർഷമായി കഴിഞ്ഞ ഇലക്ഷൻ KNM ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഈ ആദർശ വിശദീകരണം എന്ന പേരിൽ അബ്ദുറഹ്മാൻ സലഫിയുടെ നേതൃത്വത്തിൽ ഒരു വിശദീകരണ യോഗങ്ങൾ തുടങ്ങിയത്. തികച്ചും ഏകപക്ഷീയമായ വിശദീകരണം. ജമിയത്തുൽ ഉലമയുടെ എക്സിക്യൂട്ടീവുള്ള കുഞ്ഞു മുഹമ്മദ് പറപ്പൂരോ സയ്യിദ് മുഹമ്മദ് ഷാക്കിറോ അബ്ദുൽ ഹക്ക് സുല്ലമിയോ ഞാനോ ഒന്നും അതിൽ നിങ്ങൾ കാണുകയില്ല. ജമിയത്തുൽ ഉലമയിൽ ഒരു മൂവർ സംഘമാണ്. വെറും മെമ്പർമാർ മാത്രമായിട്ടുള്ള ഹനീഫ് കായക്കൊടിയും അനസും പിന്നെ അബ്ദുറഹ്മാൻ സലഫിയും. പേരിന് മാത്രം ഇടക്കൊക്കെ APO TPO ഒന്നുണ്ടാവും. അങ്ങനെയാണ് വിശദീകരണ യോഗങ്ങൾ. അപ്പൊ ഇവരാണ് ഇപ്പൊ KJU. ഇവരെന്ത് പറയുന്നു അതാണ് KJU. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അവസാനം ഈ വിശദീകരണ യോഗങ്ങളുടെ ദിശ ശരിയല്ല എന്ന് പലരും പറഞ്ഞു. നിങ്ങൾ എന്തിനാണ് വിശദീകരണ യോഗം നടത്തുന്നത് എന്ന് ജിന്നും സിഹറും പറഞ്ഞ് ആളുകളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സർക്കുലർ ഇറക്കിയ ആളുകൾ, ഇതിന്റെ പേരിൽ തർക്കിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആളുകൾ, അതുമാത്രമാണ് ഇപ്പോൾ ഒരു കൊല്ലമായിട്ട്. ഈ KNM കമ്മിറ്റി വന്നത് മുതൽ അവർ നടന്ന ദഅവത്ത് എന്താ? ജിന്നും സിഹറും പറഞ്ഞ ആളുകളെ ഭിന്നിപ്പിക്കുക. വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നും അവർക്ക് ചെയ്യാനില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതൊരു വൈരുദ്ധ്യം. ഇത് പ്രബോധന വിഷയമാക്കരുത്, സാധാരണക്കാർക്കിടയിൽ ചർച്ചാ വിഷയമാക്കരുത് എന്ന് പറഞ്ഞ ആളുകൾ തന്നെ അത് ചർച്ചാ വിഷയമാക്കി, അത് മാത്രം ചർച്ചാ വിഷയമാക്കി കൊണ്ടു നടക്കുന്ന ഒരു വിരോധാഭാസമാണ് വാസ്തവത്തിൽ നമുക്ക് കഴിഞ്ഞ ഒരു വർഷമായി കാണാനിടയായത്. ഞാൻ ഇത്രയൊക്കെ വിശദീകരിക്കാൻ കാരണം, മിനിഞ്ഞാന്ന് നടന്ന മഞ്ചേരി യോഗത്തിൽ ഒരു നേതാവ് പ്രസംഗിച്ചത് സംഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരാൾ ഇപ്പോൾ പുതിയ വിശദീകരണവുമായി ഇറങ്ങിയിരിക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് മറുപടി പറയാൻ നിർബന്ധിതരായിരിക്കുകയാണ്. വാസ്തവത്തിൽ എന്താ, ഒരു കൊല്ലമായി അവർ നടത്തുന്ന വൺ സൈഡ് വിശദീകരണം മുജാഹിദുകളെ ചേരിതിരിച്ചു. എവിടെയൊക്കെ കേരള ജമിയത്തുൽമന്റെ വിശദീകരണം കഴിഞ്ഞു അവിടെ 2 കക്ഷിയായി. തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ട് ആളുകളെ ചേരിതിരിക്കാൻ വേണ്ടി മാത്രം പ്ലാൻ ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. വിദേശത്തൊക്കെ വളരെ ഐക്യത്തിലും സ്നേഹത്തിലും പ്രവർത്തിച്ചിരുന്ന സ്ഥലങ്ങളിൽ നേതാക്കൾ വിശദീകരണവുമായി ചെന്നാൽ 2 കഷ്ണായി. അവസാനം നേതാക്കൾക്കെതിരെ ആളുകൾ ദുആ ചെയ്യുന്ന അവസ്ഥ വരെ ഉണ്ടായി എന്ന് അവിടുത്തെ ഉത്തരവാദപ്പെട്ട ആളുകൾ പരാതി കൊടുത്തിരിക്കുകയാണ്. 30-35 കൊല്ലമായി സൗദിയിൽ പ്രവർത്തിക്കുന്ന, സൗദിയിൽ ഇസ്ലാഹി സെന്ററുകൾക്ക് തുടക്കം കുറിച്ച വ്യക്തി കത്ത് കൊടുത്തിരിക്കുന്നു. ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്തതാണ്, നേതാക്കന്മാർക്കെതിരെ അണികൾ ദുആ ചെയ്യേണ്ടി വരിക, ഇവരിങ്ങോട്ട് വരാതിരുന്നാൽ മതിയായിരുന്നു ഈ ആളുകളെ ഭിന്നിപ്പിച്ച് ചേരി ഉണ്ടാക്കാൻ എന്ന ആളുകൾ പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ ഒരു വിഭാഗത്തിൻ്റെത് മാത്രം കേട്ടു. എന്നെ 5-6 മാസത്തോളമായി മുടക്കിയിട്ടിരിക്കുക, കയറില്ലാതെ കെട്ടിയിട്ടിരിക്കുകയാണ്. വിലക്ക് എന്നാണ് പറഞ്ഞത്. പ്രസംഗത്തിന് പോകാൻ പാടില്ല, വിലക്ക് നിർത്തി. എന്താ കാരണം? പുളിക്കൽ വെച്ച് ഞാൻ പ്രസംഗിച്ചു എന്നാണ്. എന്താണ് ഞാൻ പ്രസംഗിച്ചത്? എന്താണ് ആ പ്രസംഗത്തിലുള്ള തെറ്റ്? ഇന്നും ആളുകൾക്ക് അറിഞ്ഞുകൂടാ. പുളിക്കൽ പ്രസംഗിച്ചു, ആദർശത്തിനെതിൽ പ്രസംഗിച്ചു, പ്രബോധന മര്യാദയിൽ പ്രസംഗിച്ചു. എന്താദർശത്തിനെതിരാ പ്രസംഗിച്ചത്? എന്താന്ന് നമുക്കറിഞ്ഞൂടാ, നേതാക്കന്മാർ പറഞ്ഞാണ്. ഈ രീതിയിൽ ഒരുതരം തഖ്ലീദ് ആളുകൾക്കിടയിൽ തന്നെ അടിച്ചേൽപ്പിക്കപ്പെടുന്നുണ്ടോ എന്ന് തോന്നിപ്പോവുകയാണ്. പുളിക്കൽ ലൈറ്റ് എക്സിബിഷന്റെ പരിപാടിയിൽ ഞാൻ പ്രസംഗിച്ചത് വെറും 42 മിനിറ്റാണ്. ആ 42 മിനിറ്റ് ഇന്ന് നിങ്ങൾക്ക് നെറ്റിൽ കയറിയാൽ റുഖിയ ശർഇയ്യ ദുർവ്യാഖ്യാനങ്ങൾക്ക് മറുപടി, അത് ഞാൻ കയറ്റിയതല്ല, ആരൊരാൾ ആ പേരിലാണ് അത് കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അതിൽ 10 മിനിറ്റോ 12 മിനിറ്റോ ആണ് ഇവർക്ക് വിമർശിക്കാനുള്ള പഴുത് എന്ന് പറയുന്നത്. കേരള ജമിയത്തുൽ ഉലമയുടെ ആസ്ഥാനമായ പുളിക്കൽ വെച്ച് ജമിയത്തുൽ ഉലമയ്ക്ക് ഇല്ലാത്ത ആശയങ്ങൾ ചില ആളുകൾ നോട്ടീസായി ഇറക്കുകയും പാവനമായ പുളിക്കൽ പള്ളിയുടെ മിമ്പർ ജാമ്യയിൽ ഒരു അധ്യാപകൻ ദുരുപയോഗം ചെയ്തുകൊണ്ട് തൻ്റെ ആശയങ്ങൾ, അബ്ദുറഹ്മാൻ സലഫി പുതുതായി ഇറക്കുമതി ചെയ്തിട്ടുള്ള ആശയങ്ങൾ അവിടെ പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോൾ അത് ശരിയല്ല എന്ന് പറയാൻ ഞാൻ ആ സ്റ്റേജ് ഉപയോഗിച്ചു. അതാണ് തെറ്റ്. ശരി, അത് കഴിഞ്ഞ് 10-15 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഗൾഫിലേക്ക് പോകുന്നത്. അതുവരെ പ്രശ്നമൊന്നുമില്ല. അതിനിടയ്ക്ക് മീറ്റിംഗ് കൂടിയപ്പോൾ ചില ആളുകൾ പറഞ്ഞു പുളിക്കൽ സക്കരിയ സലാഹി ഇങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട്. അങ്ങനെ PN അബ്ദുൽ ലത്തീഫ് മദനി ചുമതലപ്പെടുത്തി എന്നോട് സംസാരിക്കാൻ.
ഞാൻ പറഞ്ഞു പിയൻ ഞാൻ നിർത്താം, നിങ്ങൾ ഈ വിഷയം സംസാരിക്കരുത്, അതുകൊണ്ട് ഞാൻ നിർത്താം, ഇവർ നിർത്തട്ടെ. ഇവർ നാട്ടിൽ മുഴുവൻ ജിന്നും സീറും പ്രസംഗിച്ച ആളുകൾക്കിടയിൽ വസ്വാസം ഉണ്ടാക്കുക. ആ ഉണ്ടാക്കിയ വസ്വാസം തെറ്റാണെന്ന് പറയാൻ നമ്മക്കോട് ചാൻസും ഇല്ല. അത് ശരിയല്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ നേതൃത്വത്തോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. പിയൻ സംസാരിച്ചപ്പോൾ അവരെന്താ പറഞ്ഞറിയോ? ഞങ്ങൾക്ക് സംസാരം നിർത്താൻ പറ്റില്ല, ഞങ്ങൾ സംഘടനയുടെ നിലപാട് വിശദീകരിക്കുകയാണ്, സക്കരിയ സംസാരിക്കാൻ പാടില്ല. ശരി, കുറച്ചു കാലത്തേക്ക് സംഘടനയിൽ ഒരു ഭിന്നിപ്പില്ലാതിരിക്കാൻ ഇനിയും ഞാൻ മിണ്ടാതിരിക്കാം, പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കുവൈത്തിലേക്ക് പോയത്. കുവൈത്തിൽ ചെന്ന് കുറച്ചു ദിവസം കഴിഞ്ഞ് ഈ കുവൈത്തിൽ നിന്ന് ഖത്തറിലേക്ക് പോകാൻ ഒരുക്കുമ്പോഴാണ് വിലക്ക് വന്നിരിക്കുന്നു എന്ന് കേൾക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ തിരിച്ചു വന്നിട്ട് എന്നോട് വിശദീകരണം ചോദിച്ചിട്ട് ഞാൻ കൊടുത്ത വിശദീകരണം തൃപ്തികരമല്ലെങ്കിലല്ല വിലക്ക് ഏർപ്പെടുത്തേണ്ടത്. എപ്പോഴും അങ്ങനെയാണ്, വിചാരണയില്ല, അന്വേഷണമില്ല, ശിക്ഷ പ്രഖ്യാപിച്ച് ശിക്ഷ നടപ്പിലാക്കിയതിന് ശേഷം കത്തയക്കച്ച് നിന്നെ ഇങ്ങനെ ശിക്ഷിച്ചിരിക്കുന്നു എന്നിട്ട് പിന്നെ നമ്മൾ ചെന്ന് ചോദിക്കണം എന്താണ് കാരണമെന്ന് പറയാമോ? നോക്കണം നിങ്ങൾ ഗതികേട്. കഴിഞ്ഞ കുറെ 2009 എനിക്ക് മുജാഹിദ് വാലിശ്ശേരിക്കും ഇതിൽ വിലക്ക് ഏർപ്പെടുത്തി. ഞങ്ങളത് അറിയുന്നത് തേജസ് പത്രത്തിൽ നിന്നാണ്. ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ വിളിക്കുന്നു, നിങ്ങളെ വിലക്കിന്ന് കേട്ടല്ലോ. ഞങ്ങൾക്ക് ആർക്കും ഒരു വിവരമില്ല, ഞങ്ങൾ ഇതുവരെ അറിയിച്ചിട്ടില്ല. പിന്നെ നമ്മൾ അങ്ങോട്ട് വിളിച്ച് ചോദിക്കണം, കാരണം ആളുകൾ പരിപാടി ഇങ്ങനെ ബുക്ക് ചെയ്യുക, വിലക്കുണ്ട്. അപ്പം എന്താ, മീറ്റിംഗ് കൂടി മീറ്റിംഗ് പിരിഞ്ഞ ഉടനെ സെക്രട്ടറി താഴേക്ക് വിളിക്കുക, ഇതാ വിലക്കുണ്ട്. ജില്ലാ സെക്രട്ടറി ജില്ലാ മേഖലയ്ക്ക് വിളിച്ചു, മേഖല യൂണിറ്റ് വിളിച്ചു. വളരെ എളുപ്പത്തിൽ ഈ വിലക്ക് പ്രഖ്യാപനം വന്നു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തേജസ് വാർത്ത അടിസ്ഥാനരഹിതം, നേതാക്കൾ നിഷേധിച്ചു, 2 പ്രഭാഷകർക്കെതിരെ നടപടിയെടുത്തു എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ്. അതിൻ്റെ അടിയിൽ തന്നെ ലേഖകന്റെ വിശദീകരണം. ലേഖകന്റെ വിശദീകരണം എന്താ? വിശ്വസനീയമായ കേന്ദ്രങ്ങൾ കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ വാർത്ത കൊടുത്തത്, ഞങ്ങൾ വെറുതെ കൊടുത്തതല്ല. അപ്പൊ ആരാ കള്ളൻ? ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ആരാണ് ആ വാർത്ത കൊടുത്തത്? എന്താ യഥാർത്ഥ സംഭവിച്ചിട്ടുണ്ട്, വിലക്ക് ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്, പത്രങ്ങളിൽ വിളിച്ചു പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ നിലനിൽക്കുകയില്ല എന്ന് ജനങ്ങളുടെ എതിർപ്പ് കണ്ടപ്പോൾ തൽക്കാലം പിന്മാറിയതാണ്. പക്ഷെ ഇതൊക്കെ ഒരു മതസംഘടനയ്ക്ക് ചേർന്നതാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മതസംഘടനയുടെ പേരിൽ ഇങ്ങനെയൊക്കെ ആവാൻ പാടുണ്ടോ? ഇപ്പൊ നിങ്ങൾ നോക്കൂ, എന്നെ സംഘടനയിൽ നിന്ന് പുറത്താക്കി. ചില ആളുകൾ ചോദിക്കാണ്, സംഘടന പുറത്താക്കിയാൽ നിങ്ങൾക്ക് അത് അംഗീകരിച്ചാൽ പോരെ? ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. ലെറ്റർ പാഡും ശീലും അധികാരവും അവരെ കയ്യിലുള്ളിടത്തോളം അവർക്ക് ചെയ്യാൻ സാധിക്കുന്നതിൻ്റെ പരമാവധിയാണ് ഇപ്പോൾ അവർ ചെയ്തത്. സംഘടനയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും നീക്കം ചെയ്യുക. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു പക്ഷേ ഇങ്ങനൊരു സംഭവം നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. അങ്ങനെ നിഷ്കരുണം എന്നെ പുറത്താക്കി. മാത്രമല്ല, പുറത്താക്കിയെങ്കിൽ ഞാൻ വീട്ടിലിരുന്നോളും, പ്രശ്നമൊന്നുമില്ല, ഞാൻ സംഘടന കൊണ്ട് ജീവിക്കുന്ന ആളൊന്നുമല്ല, പ്രസംഗിച്ചില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കൊന്നുമില്ല. പക്ഷേ സംഗതി എന്താ പറയുക, എന്നെ ശിർക്കാരോപിച്ച് പുറത്താക്കിയെന്നാണ്. പത്രങ്ങളിൽ മുഴുവൻ വന്നു, ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കാം, ജിന്നുകളെ വിളിച്ച് സഹായം തേടാം, മലക്കുകളെ വിളിച്ച് സഹായം തേടാം എന്ന വാദമുള്ളത് കൊണ്ടാണ് സക്കരിയ സലാഹിയെ പുറത്താക്കിയത്. ആ വാദം തിരുത്താൻ തയ്യാറായില്ല, ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പത്രങ്ങളിൽ വാർത്ത വന്നു. ഞാൻ നേതൃത്വത്തിന് കത്ത് കൊടുത്തു, ഇതല്ലല്ലോ വിഷയം, പുളിക്കൽ പ്രസംഗിച്ചതാണ്, പുളിക്കൽ പ്രസംഗത്തിൽ അതൊന്നുമല്ലല്ലോ വിഷയം, അതുകൊണ്ട് ഞാൻ നിഷേധിക്കുന്നത് പോലെ നിങ്ങളും നിഷേധിക്കണം. ഞങ്ങൾ കൊടുത്തതൊന്നല്ല. പത്രക്കാരെ വിളിച്ച് ചോദിച്ചപ്പോൾ നേരത്തെ തേജസ് വാർത്തയെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെയാണ്, വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടിയിട്ട് തന്നെ ഞങ്ങൾ കൊടുത്തത്. വാർത്ത വായിച്ചാലും മനസ്സിലാകും, പുറത്തുള്ള ഒരാൾക്ക് അറിയാൻ കഴിയാത്ത കാര്യങ്ങൾ വാർത്തയിൽ വന്നു. ഞാൻ പത്രങ്ങൾക്ക് പോയി കൊടുത്തു, ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്, അവരോട് സഹായം തേടുന്നത് ശിർക്കാണ്. ആ കാര്യത്തിൽ മുജാഹിദുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. വേറെ ചില ചാരപ്പണികളും ഗൂഢപ്രവർത്തനങ്ങളും സംഘടനയിൽ നടക്കുന്നുണ്ട്, അത് മൂടി വെക്കാനാണ് ഇത്തരം ആരോപണങ്ങളുമായി ചില ആളുകൾ രംഗത്ത് വന്നിട്ടുള്ളത് എന്ന് എനിക്ക് പത്രങ്ങളിൽ വാർത്ത കൊടുക്കേണ്ടി വന്നു. ഇനി ഞാൻ എന്തു ചെയ്യും? പത്രങ്ങളിലൊക്കെ വാർത്ത കൊടുത്തു, ഞാൻ ശിർക്കിലേക്ക് പോയി എന്ന് പ്രചരിപ്പിച്ചു. ഇനിയിപ്പോൾ ഞാൻ മരിച്ചാൽ മയ്യത്ത് സ്കരിക്കാൻ പറ്റുമോ എന്നിടത്താണ് ഇപ്പോൾ ആളുകളുള്ളത്. ആ രീതിയിൽ തന്നെ ശിർക്കിലേക്ക് പോയാൽ പച്ചയായ മലക്കിനെയും ചെന്നിനെയും വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഇനി എന്താ വരാനുള്ളത്? മൊയ്തീശയ്ക്കെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന് പറയുന്നത് പോലെ ജിന്നെ കാക്കണേ എന്നാണ് ഞാനൊക്കെ പറയുന്നത് എന്നാണ്. അത് എൻ്റെ പേരിൽ മാത്രം നിൽക്കൂല, അവരുടെ കയ്യിൽ ഹിറ്റ് ലിസ്റ്റ് ഉണ്ട്, ഓരോരുത്തരെയായി വെട്ടി നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പച്ചയായ കളവ് സംഘടനയിൽപ്പെട്ട ആളുകൾ പറയാ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാവുന്നതിൽ ഏറ്റവും വലിയ ആരോപണമാണ്, സഹിക്കാൻ കഴിയാത്ത ആരോപണമാണിത്, അല്ലേ? ഒരാൾ വ്യഭിചാരത്തിലേക്ക് പോയി, മോഷണത്തിലേക്ക് പോയി എന്നൊക്കെ പറയുന്നതിനേക്കാളൊക്കെ എത്രയോ ഗുരുതരമാണ് ശിർക്കിലേക്ക് പോയി എന്ന് പറയുന്നത്. ആ കടുത്ത ആരോപണമാണ് യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളെ പത്രങ്ങളിൽ പോയി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇപ്പോൾ ശിർക്കിലേക്കുള്ള ഒരു ഒഴുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാരായ പ്രസംഗകരും പ്രവർത്തകരും വിദ്യാർത്ഥികളും ഒക്കെ ഈ ശിർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുവെന്ന് നേതാക്കൾ സ്റ്റേജ് കെട്ടി
സാധാരണക്കാരെ വിളിച്ചുകൂട്ടി പറയുന്ന അത്യന്തം ഗുരുതരമായ ലജ്ജാവഹമായ ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിലനിൽക്കുന്നത്. വാസ്തവം എന്താണെന്നറിയോ? ഈ മൂവർ സംഘം ഒരു പുതിയ തൗഹീദ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ തൗഹീദ് 2012 എന്നാണ് ഇപ്പോൾ എതിരാളികളും നമ്മളൊക്കെ അതിനെപ്പറ്റി പറയുന്നത്. 2012 ഇലക്ഷനോടനുബന്ധിച്ച് ഇതുവരെ ശിർക്കല്ല എന്ന് പറഞ്ഞിരുന്നൊരു കാര്യം ഇനി മുതൽ ശിർക്കാണ് എന്ന് പറഞ്ഞ് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു പഠിപ്പിച്ചു. തത്തമ്മേ പൂച്ച എന്നതുപോലെ അനീഫ് കായക്കൊടിയും മനസ്സും അതങ്ങനെ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ ഞങ്ങളൊക്കെ മാറ്റി പറയണമെന്നാണ് പറയുന്നത്. എന്നിട്ടോ അവർ പോയി ഇടവണ്ണയിൽ പോയി തൗബ ചെയ്തത്രേ, കരഞ്ഞത്രേ. അവർ രണ്ടുപേര് കരഞ്ഞാ തീരുന്നതാണോ ഈ പ്രശ്നം? മുജാഹിദ് പ്രസ്ഥാനം നാളിതുവരെ കാത്തു സൂക്ഷിച്ച തൗഹീദ് അതിൽ അടിസ്ഥാനപരമായി മാറ്റം വരുത്തുമ്പോ ഇവർ രണ്ടുപേരെയും കൊണ്ടുപോയി അബ്ദുറഹ്മാൻ സലഫി കുസു എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് ഏത്തമിടിച്ചിട്ട് കാര്യമുണ്ടോ? ഇതൊരു പ്രസ്ഥാനത്തിന്റെ ആദർശമല്ലേ? ഈ പ്രസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ജംഇയ്യത്തുമ്മ പഠിപ്പിച്ചു തന്നു എന്നാണ് നമ്മളെ സഹോദരൻ അനസ് പറയുന്നത്. നിങ്ങൾ മാത്രം പഠിപ്പിച്ചാൽ മതിയോ? ഇത് പ്രസംഗിച്ച് നടക്കുന്ന എത്ര ആളുണ്ട് ഇവിടെ? ഇതിനു വേണ്ടി വാദിച്ച് നടക്കുന്ന എത്ര ആളുകളുണ്ട് ഇവിടെ? നിങ്ങളൊന്ന് എഴുതി വിചിന്തനത്തില് നിങ്ങളൊന്ന് പ്രസംഗിക്കുക ജനങ്ങളോട്. എന്നിട്ട് എല്ലാവരും അംഗീകരിച്ചിട്ടല്ലേ ഇത് പുറത്തു പറയല്? യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പുതിയ തൗഹീദ് കണ്ടുപിടിച്ചിട്ട് ആ തൗഹീദ് എല്ലാവരും അംഗീകരിക്കണം എന്നാണ് ഇപ്പോഴത്തെ വാദം. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. മുജാഹിദ് പ്രസ്ഥാനം ഇതുവരെ ശിർക്കല്ല എന്ന് പറഞ്ഞത് ഇപ്പോഴും ശിർക്കല്ല, ഇതുവരെ ശിർക്കല്ല എന്ന് പറഞ്ഞത് ഇപ്പൊ ശിർക്കാകുകയോ ഇതുവരെ ശിർക്കാണ് എന്ന് പറഞ്ഞ ശിർക്കല്ല എന്ന് പറയുകയോ ചെയ്താൽ ഗുരുതരമായ ആദർശ മാറ്റമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടാകുന്നത്. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. കാരണം എന്നെ സംബന്ധിച്ച് ശിർക്കാരോപണം നടത്തി മാത്രമല്ല, ഈ പ്രസ്ഥാനത്തിന്റെ തൗഹീദ് തന്നെ ഇപ്പോൾ 2012 മുതൽക്ക് പുതിയ തൗഹീദാക്കി മാറ്റി എന്ന് പറയുമ്പോൾ അതിങ്ങനെ ഇവർ സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുമ്പോൾ അത് തെറ്റാണ്. അങ്ങനെ ഒരു മാറ്റം ഇവിടെ വന്നിട്ടില്ല. അങ്ങനെ കേരളത്തിലെ മുജാഹിദുകൾക്ക് മാത്രം ഒരു പുതിയ തൗഹീദ് വ്യാഖ്യാനം പറ്റുകയില്ല. ലോകത്തുടനീളമുള്ള സലഫി പണ്ഡിതന്മാർ പിന്തുടരുന്ന തൗഹീദ് വ്യാഖ്യാനത്തിനപ്പുറം അബ്ദുറഹ്മാൻ സലഫി രണ്ടാൾ കൂടി കുസു എന്ന് പറഞ്ഞാൽ തൗഹീദ് മാറാൻ പോകുന്നില്ല എന്ന് ജനങ്ങളെ പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതാണ് ഇവിടെ നിർവഹിക്കുന്നത്. ആ ഒരു മതപരമായ ബാധ്യതയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പറയല്ലോ, ഇങ്ങനൊരു ഗുരുതരമായ മാറ്റം വന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളോടൊന്നും പറഞ്ഞില്ല? ഇത്രയും ഗൂഢപ്രവർത്തനങ്ങൾ ഇതിനകത്ത് നടക്കുന്നത് നിങ്ങളൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾ മൂടി വെക്കുകയല്ലേ ചെയ്തത് എന്നൊരു പക്ഷെ പിന്നെ നിങ്ങൾ തന്നെ ഒരു പക്ഷേ പറഞ്ഞെന്ന് വരും. ആ ഒരു ഉത്തരവാദിത്ത ബോധം കൊണ്ടാണ് നാട്ടിലൊക്കെ ശിർക്കാരോപണം നടത്തി തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ ഞങ്ങൾ ശിർക്കിൽ അകപ്പെട്ടിട്ടില്ല. ഞങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പഴയ തൗഹീദിൽ തന്നെയാണുള്ളത്. ഒരു മാറ്റവും വന്നിട്ടില്ല. അബ്ദുസ്സലാം സുല്ലമി ഒരു പുതിയ തൗഹീദ് 2007 ഉണ്ടാക്കി. ആ തൗഹീദ് ഇപ്പോൾ ഇവരും 2011 ഇലക്ഷൻ വന്നപ്പോ ഏറ്റെടുത്തു. അങ്ങനെ ഇലക്ഷൻ വരുന്നതിനനുസരിച്ച് ശിർക്ക് തൗഹീദാകുക, തൗഹീദ് ശിർക്കാകുക, അത് പറ്റുമോ? അത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടായിട്ടുണ്ടോ സുഹൃത്തുക്കളെ? ചില ആളുകൾ പറയും, നിങ്ങൾ പരസ്പരം കുറ്റം പറയാനല്ലേ ഈ മീറ്റിംഗ് വിളിച്ചത്. ഇല്ല, ഇവിടെ കുറ്റം പറയലില്ല. ആരുടെയും വ്യക്തി ജീവിതം ചിക്കിച്ചകഞ്ഞ് പരിശോധിക്കുന്നില്ല. അയാളുടെ ഭാര്യയെ പറ്റിയോ കുട്ടികളെ പറ്റിയോ അയാളുടെ സാമ്പത്തിക രംഗത്തെ പറ്റിയോ കുടുംബജീവിതത്തെ പറ്റിയോ അയാൾ പുരണ്ടാക്കിയതിനെ പറ്റിയോ ഒന്നും നമ്മൾ പറയുന്നില്ല. അയാൾ കല്യാണം കഴിച്ചതോ ഒഴിവാക്കിയതോ ഒന്നും ഇവിടെ വിഷയമല്ല. ഇവിടെ വിഷയം സംഘടനയിൽ ചില ആളുകൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ്. അത് നമ്മൾക്ക് ജനങ്ങളോട് പറയേണ്ടി വന്നിരിക്കുകയാണ്. അല്ലാതെ സ്വകാര്യ ജീവിതത്തിലെ കുറ്റങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല. ഒരു വ്യക്തി വൈരാഗ്യമോ ആദർശത്തിനപ്പുറത്തുള്ള എന്തെങ്കിലും രോഷമോ ഇതിലില്ല. അധികാരമോഹത്തിന്റെ പ്രശ്നമോ സാമ്പത്തിക പ്രശ്നമോ പ്യൂർ കറ കളഞ്ഞ ദീനി വിഷയം മാത്രമാണ് വാസ്തവത്തിൽ ഇതിലുള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ നാം ഇവിടെ സംഘടിച്ചിട്ടുള്ളത്. എത്രയോ സ്റ്റേജുകളിൽ ഞാൻ ചോദിച്ചു, സുഹൃത്തുക്കളെ, ഞാൻ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ മലക്ക വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന വാദമുള്ള ആളായി അല്ലെങ്കിൽ സഹായം തേടാമെന്ന വാദമുള്ള ആളായി നിങ്ങൾ പറയുന്നല്ലോ. നിങ്ങളൊന്ന് പറഞ്ഞുതാ, എവിടെയാണ് ഞങ്ങളത് പറഞ്ഞത്? എത്രയോ സ്റ്റേജുകളിൽ പറഞ്ഞു. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും ഒരു സഹായത്തിനും ഒരു ജിന്നിനെയും മലക്കനെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. അതാണ് ഇസ്ലാമിന്റെ നിയമം. ഭൗതികമെന്നോ അഭൗതികമെന്നോ ഒരു വ്യത്യാസവുമില്ല. ഒരു സഹായവും ഒരു ജിന്നിൽ നിന്നും ഒരു മലക്കിൽ നിന്നും തേടാൻ ഇസ്ലാമിൽ പാടില്ല. പാടുണ്ടെന്ന് ആരും ഇവിടെ പറഞ്ഞിട്ടുമില്ല, വാദിച്ചിട്ടുമില്ല. എന്നാലും ഇല്ലാത്ത വാദം ഉണ്ടെന്ന് വെച്ച് കെട്ടി പറഞ്ഞ് അങ്ങനെ സ്ഥാപിക്കുവാൻ വേണ്ടി ചില ആളുകൾ ശ്രമിച്ചു നടക്കുന്നതാണ് വാസ്തവത്തിൽ ഇവിടെയുള്ള പ്രശ്നത്തിന്റെ മർമ്മം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞില്ലേ, പുളിക്കൽ വെച്ച് ഞാൻ പ്രസംഗിച്ചതാണല്ലോ എനിക്കെതിരെ നടപടിയെടുക്കാനുള്ള കാരണമായി പറഞ്ഞത്. പ്രഖ്യാപിത ആദർശത്തിനും പ്രബോധന മര്യാദക്കെതിലും പ്രവർത്തിച്ചു എന്നാണ്.
മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രഖ്യാപിത ആദർശം എന്താണ്? നമുക്കെല്ലാവർക്കും അറിയാം, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് നമ്മുടെ പ്രമാണങ്ങൾ. ആ പ്രമാണങ്ങളിൽ ഉള്ളത് എന്തോ അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം എന്ന് പറയുന്നത്. എനിക്ക് തന്ന ഷോക്കോസ് നോട്ടീസിന് കൊടുത്ത മറുപടിയിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. ഇതാ, 2012 ഫെബ്രുവരി 20 തിങ്കളാഴ്ച ISM പുളിക്കൽ സംഘടിപ്പിച്ച ദി ലൈറ്റ് പരിപാടിയുടെ സമാപന സമ്മേളനത്തിൽ നമ്മുടെ പ്രഖ്യാപിത ആദർശങ്ങൾക്കും പ്രബോധന മര്യാദകൾക്കുമെതിരായി താങ്കൾ പ്രസംഗിച്ചതായും ഇതേ നിലപാട് തുടർന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായി മനസ്സിലാക്കുന്നു. തെളിവൊന്നും കിട്ടിയില്ല, അങ്ങനെ ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ട് അങ്ങനെ മനസ്സിലായതാ. ഇതേ വിഷയത്തിൽ എനിക്ക് വിനീതമായി പറയാനുള്ളത്, പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സുന്നത്തുമാണല്ലോ നമ്മുടെ പ്രമാണങ്ങൾ. അവ രണ്ടും സച്ചരിതരായ മുൻഗാമികൾ എങ്ങനെ മനസ്സിലാക്കിയോ അതേപോലെ നാമും മനസ്സിലാക്കണം എന്നതാണ് നമ്മുടെ നിലപാട്. ഈ പ്രമാണങ്ങൾക്കും പ്രഖ്യാപിതമായ ഈ ആദർശത്തിനും വിരുദ്ധമായി എന്തെങ്കിലും കാര്യങ്ങൾ പുളിക്കലിൽ വെച്ച് ഞാൻ പ്രസംഗിച്ചിട്ടില്ല. ഞാൻ എഴുതി കൊടുത്തത് ഇത് ഇപ്പോൾ എന്നെ പുറത്താക്കി എന്ന് പറയുന്ന കത്തിൽ പറഞ്ഞിരിക്കുന്നു വിശദീകരണം തൃപ്തികരമല്ല. മെയ് 5 കൊടുത്ത വിശദീകരണം അത് തൃപ്തികരമല്ല എന്ന് എപ്പോഴാ പറയുന്നത്? സെപ്റ്റംബർ 7. ഇങ്ങനെയുണ്ട്. ജൂണും കഴിഞ്ഞ് ജൂലൈയും കഴിഞ്ഞ് ആഗസ്റ്റ് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞിട്ടാ എന്നോട് പറയുന്ന വിശദീകരണം തൃപ്തികരമല്ല. ഇത് എഴുതി കൊടുത്തതിന് ശേഷം എന്നെ CD ടവറിലേക്ക് വിളിച്ചു. 5 മണിക്കൂർ ചർച്ച നടത്തി. ചർച്ച എന്ന് പറയുന്നതിലും നല്ലത് ഒരു ക്രോസ് വിസ്താരം എന്ന് പറയുന്നതായിരിക്കും, അല്ലേ? അന്വേഷണ സമിതിക്കാരാണത്ര, അന്വേഷണ സമിതിയാണ് അവരെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കതിൽ ആരോപണം ഉന്നയിച്ച അബ്ദുറഹ്മാൻ സലഫി തന്നെയാണ് കുറെ ചോദ്യങ്ങൾ എഴുതി കൊണ്ടുവന്നിട്ട് എന്നെ ക്രോസ് ചെയ്യുന്നത്. ഇടയ്ക്ക് നിർത്തിയപ്പോൾ ഞാൻ TP യോട് ചോദിച്ചു, TP ഇതെന്തൊരു ന്യായമാണ്? എനിക്കതിൽ ആക്ഷേപം ഉന്നയിച്ച ആളെ തന്നെ എന്നെ ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുകയാണോ? പിന്നീടാണ് ഞാൻ അറിയുന്നത് അന്വേഷണ സമിതിയുടെ ചുമതല അദ്ദേഹത്തിനാണ്. നോക്കണം നിങ്ങൾ, എന്നെക്കുറിച്ച് ആക്ഷേപം ഉന്നയിച്ച ആളെ തന്നെ എൻ്റെ കേസ് അന്വേഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുക. അയാൾ തന്നെ ജഡ്ജി, അയാൾ തന്നെ തീരുമാനം. ഇനിയിപ്പോൾ ആ തീരുമാനം വിശദീകരിക്കുന്നതും അയാൾ പറയുന്നത് ഏറ്റു പറയുന്ന രണ്ടാളും. അതിന് മലയാളത്തിൽ വേറെ വാക്കിട്ട് അതൊന്നും ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല. മനസ്സിലായില്ലേ? നിങ്ങളൊന്ന് ആലോചിക്കുക, ഇതെന്തു നീതിയാണ്? എന്നെ കുറിച്ച് ആക്ഷേപം പറഞ്ഞ ആളെ തന്നെ ജഡ്ജിയാക്കുക, അയാളെന്നെ വിധി പറയുക, അയാളെന്നെ അന്വേഷിക്കുക, അയാളെന്നെ തെളിവ് ശേഖരിക്കുക. എന്തൊക്കെ പരാതികൾ എവിടുന്നൊക്കെ എഴുതി വാങ്ങി ആർക്കറിയാം? ഇപ്പോൾ അയാൾ എനിക്കതിന് കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നുണ്ട്. 2007 മുതൽ 23ഓളം നടപടികളും നടത്തിയിട്ടും ഞാൻ തിരുത്തിയില്ല. ആളുകൾ പറയണ 23 വട്ടങ്ങളായിട്ട് ചർച്ച ചെയ്തു എന്നാണ് പറയണത്. എന്താ ഈ 23 നമ്പറേ ആളുകൾക്ക് അറിയുള്ളൂ? ആ 23 ചർച്ച 1, 2, 3 ഉള്ളൂ. ബാക്കിയൊക്കെ ഇവർ ഓരോന്ന് ചെയ്തതാ. കരുവമ്പൊയിൽ 2010 ലേഖനം എഴുതി, അതാണ് ഒരു നമ്പർ. അതും എൻ്റെ പേരിലെ നടപടിയാ. 2010 അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയ ലേഖനത്തെ വിമർശിച്ചുകൊണ്ട് കരുവമ്പൊയിൽ ലേഖനം എഴുതി. പിന്നെ അബ്ദുൽ ജബ്ബാർ മൗലവി 2007 ഏപ്രിൽ ഒരു ലേഖനം എഴുതി, അതും എൻ്റെ പേരിൽ. ഒരു നമ്പറപ്പോൾ അത് നോക്കണമെങ്കിൽ ഇങ്ങനെ 23 എണ്ണം തികച്ചിരിക്കുക. എന്നിട്ടോ അതിൽ ജിന്നിനെ വിളിച്ച് സഹായം തേടുന്ന വിഷയം എപ്പോഴാണ് വരുന്നത്? 2011. ആ കുറ്റപത്രം മാത്രം നോക്കിയാൽ മതി. 2011 വരെ ജിന്നിനെ വിളിച്ച് സഹായം തേടുന്ന വിഷയം കുറ്റപത്രത്തിലില്ല. അപ്പൊ 2011 എന്താ വിശേഷം? 2011 ആഗസ്റ്റിലാ KNM ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത്. ഇലക്ഷനിൽ അബ്ദുറഹ്മാൻ സലഫിയും കോക്കസിനും ഇവിടെ അധികാരം കിട്ടണം. അതിനെന്ത് വേണം? ഒരു വിഭാഗം ശിർക്കിലേക്ക് പോയി എന്ന് പച്ചക്ക് പ്രചരിപ്പിക്കണം. പച്ചക്ക് പ്രചരിപ്പിച്ചാൽ മടവൂരികൾക്ക് സന്തോഷാവും, അല്ലേ? അങ്ങനെ അവരെയും കൂടി കൂട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു യുദ്ധം തുടങ്ങാം. അങ്ങനെ മുജാഹിദുകളിൽ ഒരു വിഭാഗം ശിർക്കിലേക്ക് പോയി എന്ന പ്രചാരണം 2011 ജൂണിന് എറണാകുളത്ത് വെച്ച് ഉദ്ഘാടനം ചെയ്തു. ആഗസ്റ്റിലാണ് ഇലക്ഷൻ വിജ്ഞാപനം വരുന്നത്. എന്നിട്ട് എല്ലായിടത്തും വിശദീകരണം കഴിഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പ്. കണ്ണൂർ ജില്ലയിൽ നേരത്തെ നിശ്ചയിച്ചതനുസരിച്ച് തെരഞ്ഞെടുപ്പ് നീട്ടിവെച്ചു. കാരണം അവിടെ വിശദീകരണം നടന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒക്ടോബർ 15 മെമ്പർഷിപ്പ് ഒക്കെ കൊടുത്തു, പക്ഷേ ശാഖാ തെരഞ്ഞെടുപ്പ് പോലും നടന്നിട്ടില്ല. ഒക്ടോബർ 15 വിശദീകരണം വെച്ചു, തെരഞ്ഞെടുപ്പ് വെച്ചു. ഒക്ടോബർ 14 KJU വിശദീകരണം. ഈ വിശദീകരണത്തിൽ എന്താ? നമ്മളെ കൂട്ടത്തിൽ കുറെ ആളുകൾ ശിർക്കിലേക്ക് പോയിരിക്കുന്നു, ഇതാ അവരെ സൂക്ഷിക്കണം. ആ യോഗം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ ആളുകൾ 2 ചേരിയായിട്ടാണ് പോയത്. അതിനുള്ള കുസുകുസു പണികൾ വേറെ നടന്നിരുന്നു. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അന്നാ പുതിയ തൗഹീദ് ഇറക്കുമതി ചെയ്തത്. ആ തൗഹീദ് ഞങ്ങളൊക്കെ അംഗീകരിക്കണം എന്നാണ് വാസ്തവത്തിൽ പറയുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് സുഹൃത്തുക്കളെ ഇതൊക്കെ നടന്നത്. അതിനെ എതിർക്കുന്ന ഒരാളെന്ന നിലക്കാണ് എനിക്ക് വിലക്കേർപ്പെടുത്തിയത്. ഇവർക്കെതിരെ സംസാരിക്കുന്ന ആളെന്ന നിലക്കാണ് എന്റെ വായ മൂടിക്കെട്ടിയത്. അങ്ങനെ 6 മാസത്തോളം സംഘടനയുടെ സാങ്കേതികത്വം ഉപയോഗിച്ചുകൊണ്ട് എന്റെ വായ മൂടിക്കെട്ടി എനിക്ക് വിലക്കേർപ്പെടുത്തിയ ഖുതുബ മാത്രം നടത്താം. റമദാനിൽ പോലും ക്ലാസ് എടുക്കാൻ പാടില്ല.
18-ാം തീയതി വരെ മീറ്റിംഗിൽ ഇത് പിൻവലിക്കാൻ തീരുമാനിച്ചു എന്ന് കേട്ടപ്പോൾ ഞാൻ ഖുതുബക്ക് ചെന്ന നാട്ടിലുള്ള ആളുകൾ പറഞ്ഞു, എന്നാ അസറിന് റമദാനിന്റെ നിയമങ്ങളൊന്ന് പറഞ്ഞൂടെ? പറയാം, അയാൾക്കൊക്കെ പിൻവലിച്ചല്ലേ. ഉടനെ തന്നെ അഹമ്മദ് നിമദിന്റെ ഫോണ്, എന്താ ഇന്നിവിടെ ക്ലാസ് ഉണ്ട് എന്ന് കേട്ടല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നാട്ടിലെ സാധാരണക്കാര് എല്ലായിടത്തും കൈകാട്ടി ഉണ്ടാക്കിയ പള്ളിയിൽ ഒരു ക്ലാസ് വെക്കണമെങ്കിൽ ഇവരെ തിട്ടൂരം വാങ്ങണമെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കുന്നതിന്റെ ഗതികേട്. അവർ കരയാണ് ആ പ്രവർത്തകർ. എന്തൊരു കഷ്ടമാണിത്. റമദാനിനെ കുറിച്ച് ഒരു ക്ലാസ് എടുക്കാൻ അവർ നിരീക്ഷണത്തിന് വന്നോട്ടെ, എന്തെങ്കിലും പറയുന്നുണ്ടോ നോക്കാൻ. അത് പറ്റൂല. കണ്ടോ, ഈ രൂപത്തിൽ സംഘടനയുടെ അധികാരം അടിച്ചേൽപ്പിച്ചുകൊണ്ട് ആളുകൾക്കിടയിൽ ഇങ്ങനത്തെ കുപ്രചരണങ്ങൾ നടത്തുക എന്നതാണ് ഇപ്പോൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് എൻ്റെ വിശദീകരണം തൃപ്തികരമല്ല എന്ന് അന്നാണ് പറയേണ്ടിയിരുന്നത്. മെയ് 22-ന് 5 മണിക്കൂർ അവസാനം ക്രോസിംഗ് നടന്നു, വിചാരണ നടന്നിട്ട് സന്തോഷത്തോടെ അവസാനം പിരിഞ്ഞു. ഐക്യത്തോടെ പോകണം, നമ്മൾ യോജിപ്പിലെത്തണം എന്നൊക്കെ പറഞ്ഞ് പുറത്തു വന്ന് നൂർഷാ സാഹിബ് എന്നെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തിലാണ് ഞങ്ങൾ പിരിഞ്ഞത്. എല്ലാം മഞ്ഞു മുരുകി എന്ന് വിചാരിച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും തീരുന്നില്ല. മെയ് 22 കഴിഞ്ഞിട്ട് പിന്നെയും 2 മാസം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് പിന്നെയും. അപ്പോൾ പറഞ്ഞു അന്വേഷണ സമിതിയെ വെച്ചിട്ടുണ്ട് വീണ്ടും. ഞാൻ അറിയുന്നില്ല ആരാണ് അന്വേഷണ സമിതി. എന്നാൽ കക്ഷി എന്നവർക്ക് എന്നെ അറിയിക്കണല്ലോ, ഇന്ന ആൾ അന്വേഷണ സമിതിയായി വെച്ചിട്ടുണ്ട്, നിങ്ങൾ അവരോട് സഹകരിക്കണം. എന്നെ അറിയിച്ചില്ല. ഇവർ ഏകപക്ഷീയമായ അന്വേഷണം നടത്തുക, ഏകപക്ഷീയമായി തെളിവ് ശേഖരിക്കുക, ഏകപക്ഷീയമായി ആളുകളോട് സംസാരിക്കുക. ഞാനൊന്നും അറിയുന്നില്ല. അങ്ങനെയാണ് അവർ പ്രഖ്യാപിക്കുകയാണ്. പിന്നെ ചില കണ്ടീഷനുകളുണ്ട്, ആ കണ്ടീഷൻ അംഗീകരിച്ചാലേ തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു ഞങ്ങൾ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു, പക്ഷെ ചില നിബന്ധനകളുണ്ട്. എന്താ നിബന്ധനകൾ? അവർ എഴുതിക്കൊണ്ടെന്നിരിക്കുക കുറേ പേപ്പറിൽ. അതിൻ്റെ മേലെ അന്വേഷണ സമിതി ശുപാർശ ചെയ്തതും KNM അംഗീകരിച്ചു. ഇവിടെ കിട്ടും നിങ്ങൾക്കൊരു പുസ്തകം, 5 രൂപയുടെ ഒരു പുസ്തകം, എനിക്ക് തന്ന നിബന്ധനകളും ഞാൻ കൊടുത്ത കത്തുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്. ഇതൊക്കെ വളരെ വേദനയോടുകൂടിയാണ് പറയുന്നത്. ഇതൊന്നും പറയുന്നത് ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ല, നിവൃത്തിയില്ലാത്തത് കൊണ്ട് പറയുകയാണ്. ആ നിബന്ധനയിൽ ആദ്യത്തെ എന്താ അറിയോ? KK സക്കരിയ സലാഹി പഴയ വാദത്തിന് ഖേദിച്ചു മടങ്ങുകയും ജിന്നുകളോട് സഹായം ചോദിക്കൽ ശിർക്കാണെന്ന് വ്യക്തമാക്കുന്ന ലേഖനം എഴുതി KJUവിന് കൊടുക്കുകയും എന്നിട്ട് KNMന്റെ അംഗീകാരത്തോടെ അത് വിചിന്തനത്തിൽ പ്രസിദ്ധീകരിക്കുകയും പിന്നെ പ്രസംഗിക്കുകയും വേണം. എൻ്റെ അടിയിൽ ഞാൻ ഒപ്പിട്ട് കൊടുക്കണം. അപ്പം ഞാൻ അതിനെപ്പറ്റി ചർച്ചയ്ക്ക് സംസാരിക്കൊന്നും വേണ്ട, വാദപ്രതിവാദത്തിനൊന്നും നിൽക്കണ്ട, ഒപ്പിടുന്നുണ്ടോ ഇല്ലേ അത്രമാത്രം. റമദാൻ മാസമാണ്. ഞാൻ 70 കിലോമീറ്റർ യാത്ര ചെയ്ത് വായിൽ വെള്ളം പോലും പറ്റിയിരിക്കണേ. ഇവർ 7-8 ആൾ ഒന്നിച്ച് വളഞ്ഞു വെച്ചിട്ട് എന്നോട് ചോദിക്കുകയാണ് ഒപ്പിടുന്നുണ്ടോ ഇല്ലേ. അത് മാത്രം. ചർച്ചയ്ക്കും വാദപ്രതിവാദത്തിനൊന്നും നിൽക്കണ്ട. അധികാരസ്വരത്തിൽ ഇവർക്കൊക്കെ വേറെന്തെങ്കിലും അധികാരം കിട്ടിയ എന്തായിരിക്കും സ്ഥിതി? ഇതുവരെ സംഘടനയുടെ മതസംഘടനയുടെ നേതൃത്വത്തിലേക്ക് കിട്ടിയപ്പോഴാണ് ഈ കാണിക്കണത്. ഞാനൊന്നും വേണ്ടിയില്ല. ഞാൻ അതിൻ്റെ അടിയിൽ എനിക്കിതിനെപ്പറ്റി പഠിക്കാനും ആലോചിക്കാനും സമയം ആവശ്യമാണ് എന്ന് എഴുതി കൊടുത്തു. എപ്പോഴാണ് സമയം? 3 ദിവസം കഴിഞ്ഞിട്ട് പറ്റുമോ? ഒരാഴ്ച കഴിഞ്ഞിട്ട് പറ്റുമോ? 31-ാം തീയതി പറ്റുമോ? ആഗസ്റ്റിന് പറ്റുമോ? ഞാൻ ചോദിച്ചു അങ്ങനെയൊന്നും നിങ്ങൾ ചോദിക്കണ്ട, റമദാനല്ലേ, റമദാൻ കഴിഞ്ഞോട്ടെ, ഞാൻ വളരെ വൈകാതത്തിനോ ആലോചിച്ചിട്ട് എഴുതാം. അപ്പം അതിൻ്റെ അടിയിൽ ഞാൻ ഒപ്പിട്ട് കൊടുത്താൽ എന്തായി? മുമ്പ് എനിക്ക് അങ്ങനെ ജിന്നുകളോട് സഹായം തേടിയാൽ ശിർക്കല്ല എന്ന് വാദം ഉണ്ടായിരുന്നു. ഇപ്പോൾ സംഘടനയുടെ ഉള്ളിൽ കയറാൻ വേണ്ടി ഞാൻ എന്നൊക്കെ ഖേദിച്ചു മടങ്ങിയിരുന്നു. വാസ്തവം എന്താണെന്നറിയോ? എനിക്കതിൽ ഒരു ചാർജും കിട്ടിയില്ല. അങ്ങനെ നിവൃത്തിയില്ലാതെ പിൻവലിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവരെ ഗ്രൂപ്പിൽ ആഭ്യന്തര യുദ്ധം തുടങ്ങി. അയാളെ തിരിച്ചെടുക്കുക, ശിർക്കുള്ള ആളെ. അപ്പം ഇത്ര കാലം നമ്മൾ പറഞ്ഞൊക്കെ നുണയെന്ന് വരൂലേ? അയാൾ ശിർക്കിലേക്ക് പോയി എന്നാണ് നമ്മൾ നാട്ടിലാകെ പ്രചരിപ്പിച്ചത്. എന്താ സെൽഫിങ്ങൾ ചെയ്യണ്? സെൽഫി പറഞ്ഞു പ്രശ്നമാക്കണ്ട, ഒക്കെ നമുക്ക് ചെയ്യാക്കാം. അയാൾ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റാത്ത ജാതി നിബന്ധന നമ്മൾ വെച്ചിട്ടുണ്ട്. എനിക്ക് ഒപ്പിടാൻ പറ്റില്ല എന്ന് ഉറപ്പാണല്ലോ. പിന്നെ അതിൻ്റെ താഴെ ഈയിടയ്ക്കിടെ മാറ്റി പറയുന്നത് കൊണ്ട് 6 മാസം നിരീക്ഷണത്തിലായിരിക്കും. പരിപാടി നടത്തുമ്പോൾ CD ടവറിൽ അറിയിക്കണം. അന്വേഷണ നടപടി കാലത്ത് ഖത്തറിലും സൗദിയിലും പ്രസംഗിച്ചതിൽ മാപ്പ് എഴുതി കൊടുക്കണം. പിന്നെ ഇനി ഭരണസമിതിയുടെ എല്ലാ തീരുമാനങ്ങളും അംഗീകരിച്ചു കൊള്ളാമേ എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കണം. അതൊക്കെ ചെയ്യാം. പക്ഷേ ശിർക്കാരോപണം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. എന്നിട്ടാ ഇത് KNM അംഗീകരിച്ച ശുപാർശ ഒരു കടലാസിലാണ് എഴുതി കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ അടിയിൽ ആരെങ്കിലും ഒപ്പിട്ടുണ്ടോ? അതുമില്ല. അടുത്ത കടലാസ് എടുത്തു വന്നു. അടുത്ത കടലാസിൽ എന്താണെന്നറിയോ? അടുത്ത കടലാസിൽ KNM ഭരണസമിതി മുമ്പാകെ KK സക്കരിയ സലാഹി ബോധിപ്പിക്കുന്നത്. അത് ഞാൻ ബോധിപ്പിക്കുന്നത് അവരെഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ ജിന്നിനോടുള്ള സഹായതേട്ടം, ജിന്നുബാധയുണ്ടെന്ന് സംശയിക്കുന്നവരെ ചികിത്സിക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ എൻ്റെ ലേഖനങ്ങളിലും എൻ്റെ പ്രസംഗങ്ങളിലും വന്നുപോയിട്ടുള്ള പ്രമാണവിരുദ്ധമായ കാര്യങ്ങളിൽ ഞാൻ ഖേദിക്കുന്നു. അങ്ങനെ പ്രമാണവിരുദ്ധമായത് വന്നിട്ടുണ്ടെന്ന് ആദ്യം തെളിയിച്ചു തരണ്ട, എന്നാലല്ലേ ഖേദിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ വന്നിട്ടുണ്ടെന്ന് അവർക്ക് എഴുതി കൊടുക്കണം, എന്നാലേ അകത്ത് കയറാൻ പറ്റുള്ളൂ. അപ്പം എനിക്കില്ലാത്ത വാദം, എനിക്ക് അങ്ങനെ പ്രമാണവിരുദ്ധമായത് നിനക്ക് ഇന്നതൊക്കെ സംഭവിച്ചിട്ടുണ്ട് സക്കരിയ, അത് നീ തിരുത്താൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കണ്ടേ? എന്നിട്ട് പിന്നെ അതിൻ്റെ ബാക്കി ആ വിഷയത്തിൽ പ്രസ്ഥാന പ്രവർത്തകർക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ഞാൻ ഖേദിക്കുന്നു.
അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഒരു ലേഖനം എഴുതി കൊടുക്കുന്നതാണ് എന്നിങ്ങനെയൊക്കെ എഴുതിയിട്ടൊരു പ്രസ്താവന. അപ്പോഴും ഞാൻ അതിൻ്റെ അടിയിൽ എഴുതി, ഇതിനെപ്പറ്റി എനിക്ക് പഠിക്കാനും ചിന്തിക്കാനും സമയം ആവശ്യമാണ്, ഇപ്പോൾ ഒപ്പിടാൻ പറ്റില്ല. അങ്ങനെ ഞാൻ പോന്നപ്പോൾ എന്നോട് പറഞ്ഞാൽ നീ ഒപ്പിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ നടപടി ഇങ്ങനെ തന്നെ നിലനിൽക്കും. ആയിക്കോട്ടെ, ഏതായാലും റമദാൻ കയ്യാറി, റമദാൻ ഇനിയൊരു ക്ലാസ്സും നടക്കൂല, ഖുതുബ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഖുതുബയും വേണ്ടെങ്കിൽ വേണ്ട, കേന്നം അംഗീകരിച്ച പള്ളിയിൽ നിന്ന് കുത്തു പറയാൻ പാടില്ല, വേണ്ട, വിഷയമല്ലല്ലോ. അങ്ങനെ ഞാൻ തിരിച്ചു പോന്നു. റമദാൻ കഴിഞ്ഞിട്ട് 6 നോമ്പിൻ്റെ അടിയിൽ അടിയന്തര എക്സിക്യൂട്ടീവ്, കേന്നമിൻ്റെ ചരിത്രത്തിലില്ലാത്ത അതൊക്കെ. അപ്പം ഞാൻ ഇങ്ങനെ കേട്ടുന്ന എന്നെ അറിയിച്ചോ, നീ ഇതിൽ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ അടുത്ത നടപടിയിലേക്ക് നീങ്ങും, ഇത്രാം തീയതിക്കുള്ളിൽ ഒപ്പിട്ട് തരാം. അങ്ങനൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതുപോലെ റമദാൻ കഴിയട്ടെ വെച്ചു. പെരുന്നാൾ കഴിഞ്ഞ് നോക്കുമ്പോൾ അടിയന്തര എക്സിക്യൂട്ടീവ് ഉണ്ടെന്ന് കേട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എന്തുകൊണ്ട് ഞാൻ ഒപ്പിട്ടില്ല എന്ന കാര്യം എഴുതിയിട്ട് അന്ന് രാവിലെ ടി.പിയുടെ വീട്ടിൽ പോയി കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ ടി.പി ആണ് സക്കരിയ ഇതൊട്ട് വരാത്തത് എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു സന്തോഷമായിരിക്കും. നേരെ പോയിട്ട് മുമ്പ് പുറത്താക്കാൻ ചെയ്ത്. അപ്പോൾ എന്നെ മൊയന്താക്കാൻ വേണ്ടി പറഞ്ഞതാ കേട്ടോ. എന്തെന്നിട്ട് വരാത്തെന്ന് കാത്തിരിക്കുകയായിരുന്നു ഞാൻ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒപ്പമുള്ളവരോട് പറഞ്ഞിട്ടൊക്കെ ഞങ്ങൾ തമ്മിലുള്ള ഇൽമിയായ ചർച്ചയാണ്. സാധാരണ പ്രവർത്തനം രണ്ടാളുണ്ടായിരുന്നു, കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ വെച്ച് സാക്ഷിക്ക് കൊണ്ടുപോയതാ കണ്ടോ. എന്നിട്ട് അന്ന് പോയിട്ട് എന്താ ചെയ്ത്, എൻ്റെ ആ കത്തൊന്ന് വായിക്കുക പോലും ചെയ്യാതെ അബ്ദുറഹ്മാൻ സലഫി തയ്യാറാക്കി കൊണ്ടുവന്ന കുറ്റപത്രം അവിടെ വായിച്ചു, കൈയടിച്ച് പാസ്സാക്കി. കാരണം ഗ്രൂപ്പ് പാനലാണ് ഇക്കുറി പാസ്സാക്കി KNM സ്റ്റേറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ കൊല്ലം ജില്ലയിൽ നിന്ന് ആര് പോകണമെന്ന് അവരെ ഗ്രൂപ്പ് തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ സീറ്റ് ആയതുകൊണ്ട് ഒന്നും പറയില്ല, ഷൂറ എന്നൊന്നില്ല. അബ്ദുറഹ്മാൻ സലഫിയും കോക്കസും പുറത്തുനിന്ന് തീരുമാനിച്ചു വരും, അതിങ്ങനെ പറയും, മറ്റോലൊക്കെ റാൻമൂളികളായിരുന്നു കേൾക്കും. അതപ്പോൾ നടക്കുന്നത് സംഘടനയിൽ. ഇയാളിത് വായിച്ചപ്പോൾ ഞാനിന്ന് AP-ക്ക് കൊടുത്തു, MM മദനിക്ക് കൊടുത്തു, പന്നൂരിന് കൊടുത്തു, പറപ്പൂരിന് കൊടുത്തു, നൂർഷക്കാക്ക് കൊടുത്തു. ഇതറിയാതെ പോണ്ടാച്ചിട്ട് ഇങ്ങനെ ഒരു കത്തുണ്ടല്ലോ, ആ കത്തൊന്ന് വായിക്കണം. ആരും പറഞ്ഞില്ല. ഇങ്ങനെ സക്കരിയ സലാഹി കത്ത് തന്നിട്ടല്ലോ. മാത്രമല്ല ഞാൻ ടി.പിക്ക് കാണിച്ചു കൊടുത്തു, എന്തുകൊണ്ടാണ് ഞാനിതിൽ ഒപ്പിടാത്തത്, ഇന്ന ഭാഗങ്ങൾ ഒഴിവാക്കി തന്നാൽ ഞാൻ ഒപ്പിടാം. 6 മാസം നിരീക്ഷിച്ചോ, കുഴപ്പമില്ല. പരിപാടി നേരത്തെ CD അറിയിക്കണം എന്ന് പറഞ്ഞാൽ അറിയിക്കാം. ഇപ്പോൾ അത് നിബന്ധന ഒന്നുകൂടി കർശനാക്കി. മുജാഹിദ് ബാൽസിയുടെ കാര്യം വന്നപ്പോൾ ഇങ്ങനെ പരിപാടി ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞാൽ പോരാ, പരിപാടി ഉണ്ടെന്ന് അവിടെ പറഞ്ഞിട്ട് സമ്മതം കിട്ടിയിട്ടേ പോകാവൂ. അപ്പം എന്തായി, ഒരു പ്രസംഗം ഉണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യം CD ടവറിൽ വിളിക്കണം, അങ്ങനെ ഒരു പ്രസംഗം ഉണ്ട്, എന്താ വിഷയം, ഞങ്ങളൊന്ന് കൂടട്ടെ. ഒരു പാനൽ കൂടി ഇങ്ങനെ കൊല്ലത്ത് ഇങ്ങനെ പത്തനാപുരത്തൊരു പ്രസംഗം ഉണ്ട് സക്കരിയ സലാഹിക്കുന്ന, അയാളിങ്ങോട്ട് വിളിപ്പിക്കുന്ന. മദ്രസയിലെ കുട്ടികളുണ്ടല്ലോ, വാർഷികത്തിനൊക്കെ പ്രസംഗം ഉണ്ടായ ഉസ്താദിൻ്റെ മുമ്പിൽ ഒന്ന് പ്രസംഗിക്കടാ കാണട്ടെ. ആ പ്രസംഗമൊക്കെ കേട്ട് കുഴപ്പമില്ല. ഈ രീതിയിലേക്ക് ഈ സംഘടനയിലെ പ്രസംഗകരെ മാറ്റാൻ ആരാണിവർ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവിടെ അറിയിച്ചാൽ മാത്രം പോരാ, അറിയിക്കാന്ന് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ആൾ അറിയിക്കുക, നിരീക്ഷകൻ അയക്കാനാണ്, ആയിക്കോട്ടെ, ഇന്ന സ്ഥലത്ത് പോരാ, അത് പോരാ, അറിയിച്ച് സമ്മതം കിട്ടിയിട്ടേ. അപ്പോൾ ഒരു പരിപാടി നടത്താൻ എത്ര മാസം വേണ്ടി വരും? ഇതൊക്കെ പ്രവർത്തകന്മാരതൊക്കെ ചെയ്യേണ്ടത്, ഞാനും ചെയ്യണം, അതൊക്കെ സമ്മതിക്കാം. പക്ഷെ ജിന്നിനോട് സഹായം തേടുന്നുള്ള പഴയ വാദത്തിൽ ഖേദിച്ച് മടങ്ങിയെന്നത് അതെനിക്ക് ഒപ്പിട്ട് തരാൻ പറ്റൂല. എനിക്ക് തെറ്റുപറ്റി പ്രമാണവിരുദ്ധമായ കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്ന് എനിക്ക് ഒപ്പിട്ട് തരാൻ പറ്റൂല എന്ന് പറഞ്ഞു. അതിൻ്റെ പേരിലാണ് ചെറിയ ചില നിബന്ധനകൾ വെച്ചപ്പോൾ അദ്ദേഹം അംഗീകരിക്കാൻ തയ്യാറായില്ല, അതുകൊണ്ടാണ് പുറത്താക്കിയത്. നല്ല ചെറിയ നിബന്ധനയല്ലത്, ഒരു മുഅ്മിനായ മനുഷ്യന് അംഗീകരിക്കാൻ പറ്റുമോ? ഇതൊക്കെ സുഹൃത്തുക്കളെ, ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. അതിനാണ് ഞാൻ കൊടുത്ത 2 കത്ത്. അത് മാത്രമല്ല, പുറത്താക്കി എന്ന വിഷയം ഉടനെ തന്നെ എന്നെ അറിയിക്കണ്ടേ, എന്നെ അറിയിച്ചില്ലെന്ന് മാത്രമല്ല, സംസ്ഥാന കൗൺസിലും കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് അറിയിച്ചത്. അതെന്തിനാ അറിയോ? ഭരണഘടന അനുസരിച്ച് എക്സിക്യൂട്ടീവ് ഒരു നടപടിയെടുത്താൽ സംസ്ഥാന കൗൺസിലിൽ അതിനെ ചോദ്യം ചെയ്തൊരു അപ്പീൽ കൊടുക്കുക. ആ അപ്പീൽ കൊടുക്കാൻ ചാൻസ് കിട്ടാതിരിക്കാനാണ് ആ കൗൺസിലും കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് എന്നെ അറിയിച്ചത്. 7-ാം തീയതി എനിക്ക് കത്ത് കിട്ടുന്നത്, 2-ാം തീയതി കൗൺസിൽ, ആലോചിച്ച് 5 ദിവസം കഴിഞ്ഞിട്ട്. അപ്പൊ ഈ രീതിയിലുള്ള അനീതിയും അക്രമവും ഒക്കെയാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ജനങ്ങളെടുത്ത് പറയേണ്ടി വന്നിരിക്കുകയാണ്. ഒരുമിച്ച് പോകണം, ഐക്യപ്പെടണം, ഛിദ്രത ഉണ്ടാകരുത് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഈ തരത്തിലുള്ള ഛിദ്രതയുടെ കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ജനങ്ങളുടെ മുമ്പിൽ പറയേണ്ടതുണ്ട്. പുളിക്കൽ പ്രസംഗം നിങ്ങളൊന്ന് കേൾക്കണം. ഞാൻ എന്താ പുളിക്കൽ പറഞ്ഞത്? റുഖിയ ശർഇയ്യയുമായി ബന്ധപ്പെട്ട ശർഇൽ അനുവദിച്ച മന്ത്രങ്ങൾ, മന്ത്രവാദത്തെ നാം എതിർക്കുന്നു, മന്ത്രത്തിന്റെ പേരിലുള്ള മന്ത്ര ബിസിനസിനെ നാം എതിർക്കുന്നു, ഖുറാഫാത്ത് മന്ത്രങ്ങളെ നാം എതിർക്കുന്നു. പക്ഷേ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള മന്ത്രങ്ങൾ, ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ദുആ ദിക്റുകൾ, രോഗശമനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, അള്ളാഹുവിൻ്റെ നാമം കൊണ്ടും അവൻ്റെ വിശേഷണങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ഖുർആൻ ഓതിക്കൊണ്ടും
ആളുകളെ രോഗശമനത്തിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുക, മന്ത്രിക്കുക. അത് ഇസ്ലാം അംഗീകരിച്ച റുഖിയ ശർഇയ്യ KJ പുസ്തകം തന്നെ ഇറക്കിയിട്ടുണ്ട്. ജിന്ന്, പിശാച്, റുഖിയ ശർഇയ്യ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ആ റുഖിയ ശർഇയ്യയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു ദിവസം 9 മണി മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് ചർച്ച ചെയ്തു. 10 ആളുകൾ. ഞാനുണ്ട്, അബ്ദുറഹ്മാൻ സലഫി ഉണ്ട്, അനസ് മൗലവി ഉണ്ട്, ഹനീഫുണ്ട്, അബൂക്കർ സലഫിയുണ്ട്, ഷമീർ മദിയുണ്ട്, അംസ മദീനുണ്ട്, ശംസുദ്ദീൻ ബാലത്തുണ്ട്, PN അതുപോലെ തന്നെ പറപ്പൂർ കുഞ്ഞോമദ് മൗലവിയും അവരുടെ അധ്യക്ഷതയിൽ, അവരുടെ നേതൃത്വത്തിൽ ഈ തീരുമാനത്തിൽ പറഞ്ഞതാണ് റുഖിയ ശർഇയ്യ എത്രത്തോളം ആവാമെന്ന് പ്രവർത്തകരെ പഠിപ്പിക്കേണ്ടതാണ് എന്ന്. അതുകൊണ്ടാണ് ഞാൻ പുളിക്കൽ വെച്ച് അതുമായി ചില കാര്യങ്ങൾ പറഞ്ഞത്. മാത്രമല്ല, ഒരാൾക്ക് ജിന്നുബാധയാണോ സിഹ്റുബാധയാണോ എന്ന് ഉറപ്പിച്ചു പറയാൻ റസൂലുള്ളാഹിക്ക് സാധിക്കുള്ളൂ എന്ന് ഞങ്ങൾ തീരുമാനത്തിലുണ്ട്. അപ്പം ചില ആളുകൾ ആ ഉറപ്പിച്ച് എന്നുള്ളത് ഒഴിവാക്കിയിട്ട് പറയാൻ എന്നാക്കി. അപ്പം ജിന്നുബാധയും സിഹ്റുബാധയും ഉണ്ടെന്ന് പറയാൻ അറിയാൻ നബിക്കേ കഴിയൂ. അപ്പം നബി ഇല്ലാത്ത ഈ കാലത്ത് ആർക്കും അറിയില്ല എന്നായി. അത് പോയത്തമാണ്, അങ്ങനെ ഞങ്ങൾ എഴുതിയിട്ടില്ല. അത് ഞാനവിടെ വിശദീകരിച്ചു. ബിസ്മി വിചാരവേദി കോഴിക്കോട് എന്ന പേരിലും